Next is problem number 6. Implement XOR function using Markov-Pitts neuron. Consider binary data. So, ആദ്യം തന്നെ truth table for XOR function is given in table 3. That is x1, x2, y. 0, 0, 0, 0, 1, 1, 1, 0, 1, 1, 1, 0. In this case, the output is on only for the odd number of ones, and the rest of output is 0. XOR function cannot be represented by simple and single logic function. So, single logic function ആയിട്ടല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. y is equal to x1 x2 bar plus x1 bar x2. That is y is equal to z1 plus z2. അപ്പോൾ 3 ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ z1 എന്ന് പറയുന്നത് x1 x2 bar, z2 എന്ന് പറയുന്നത് x1 bar x2. Then y is equal to z1 or z2. ഇനി ഒരു സിംഗിൾ ലെയർ വെച്ചിട്ട് നമുക്ക് ഈ XOR ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇന്റർമീഡിയറ്റ് ലെയർ വേണം. അപ്പോൾ ആ ഒരു ന്യൂറൽ നെറ്റ് XOR ഫംഗ്ഷന്റെ ന്യൂറൽ നെറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫിഗർ 6ൽ. സോ ഈ ഫിഗർ 6ൽ നിന്ന് മനസ്സിലാക്കാം x1 x2 2 ഇൻപുട്ട് ലെയേഴ്സ് ആർ ദർ. അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റ്സ് 1 മൈനസ് 1, ദാറ്റ് ഈസ് x1 x2 ബാർ ആണ് ഈ z1, ആൻഡ് ഹിയർ x1 ബാർ x2 അതാണ് z2. ഈ z1 ആൻഡ് z2 ജോയിൻ ചെയ്തിട്ട് നമുക്ക് y കിട്ടിയിരിക്കുന്നു. സോ ഫസ്റ്റ് ഫംഗ്ഷൻ z1 ഈക്വൽ ടു x1 x2 ബാർ, അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അതായത് 0 0 1 1 x1ൻ്റെ വാല്യൂസ്, x2ൻ്റെ വാല്യൂസ് 0 1 0 1. ദെൻ ഹിയർ ദിസ് z1 ഈസ് x1 x2 ബാറിൻ്റെ ഓറാണ്. അതായത് 0 then x2 bar, that is 0, here it will become 1. അപ്പോൾ 0 1 then or കിട്ടുമ്പോൾ 0, then 1 0 0 0. ഹിയർ 1 x2ൻ്റെ ബാർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. x2ൻ്റെ ബാർ എന്ന് പറയുമ്പോൾ 1. സോ ഇവിടെ 1 1 then the output z1 is 1. അങ്ങനെയാണ് നമുക്കിവിടെ 0 0 1 0 കിട്ടുന്നത്. അതായത് z1 ഈക്വൽ ടു x1 x2 ബാർ. ഇവിടെ ഈ x2ൻ്റെ അല്ല ഓർ എടുക്കുന്നത്, x2 ബാറിൻ്റെ ഓറാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് z1 0 0 1 0 കിട്ടുന്നത്. സോ ദ നെറ്റ് റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ആസ് രണ്ട് കേസസ് ആയിട്ടാണ്. കേസ് 1, അസ്യൂം ബോത്ത് വെയ്റ്റ്സ് ആർ എക്സിറ്റേറ്ററി. എക്സിറ്റേറ്ററി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വെയ്റ്റ്സ്. അപ്പോൾ w11 ഈക്വൽ ടു w21 ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ നമ്മുടെ നെറ്റ് ഇൻപുട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ x1 w1 പ്ലസ് x2 w2 അത് വെച്ചിട്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ z1ൻ്റെ നെറ്റ് ഇൻപുട്ട്സ് കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ത്രെഷോൾഡ് കിട്ടുന്നത് 2 ആണ്. അതായത് ഇൻപുട്ട്സ് 1 1 ആയിരിക്കുമ്പോഴാണ് 2 കിട്ടുന്നത്. Hence it is not possible to obtain function z1 using these weights. അല്ലേ? അതായത് ത്രെഷോൾഡ് 2 ആണ് ഇവിടെ, 1 1ലാണ് ഔട്ട്പുട്ട്. നമുക്ക് കിട്ടേണ്ടത് എപ്പോഴാണ്? 1 0 ആയിരിക്കുമ്പോഴാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. സോ ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഈ വെയ്റ്റ്സ് അല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കേസിലേക്ക് പോവാണ്. അതായത് w1 ഈക്വൽ ടു 1, w11 ഈക്വൽ ടു 1, w21 ഈക്വൽ ടു -1. ഒരെണ്ണം എക്സിറ്റേറ്ററിയും ഒരെണ്ണം ഇൻഹിബിറ്ററി ആയിട്ട് എടുത്തു. അതിൻ്റെ ന്യൂറൽ നെറ്റ്വർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക് z1, ദാറ്റ് ഈസ് 1 -1 z1. ഓക്കെ, സോ അടുത്ത നെറ്റ്വർക്കിൻ്റെ ഫിഗറാണ് x1 x2 -1 1, ദാറ്റ് ഈസ് z2. അപ്പോൾ ഇനി -1ൻ്റെ കണ്ടീഷനിലേക്ക് പോവാണ്. സോ കാൽക്കുലേറ്റ് ദ നെറ്റ് ഇൻപുട്ട് ഫോർ ഇൻപുട്ട്സ്. So 0 0 1 0 1 1 0 1 1. 0 into 1 plus 0 into -1. എന്താണ് നമ്മളിവിടെ വെയിറ്റ് w2 -1 ആയിട്ട് എടുത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 1 0ൻ്റെ കേസിലാണ് ത്രെഷോൾഡ് വാല്യൂ വരുന്നത്. So on the basis of this calculated net input, it is possible to get the required output. Hence we can say that w11 equal to 1, w21 equal to -1.
there theta greater than or equal to 1 for the Z1 neuron. ഇനി നമുക്ക് ഈ Z2നെ വെച്ചിട്ടുള്ളതാണ് നോക്കുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ Z2 equal to x1 bar x2, the truth table for function Z2 അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ഈ x2ൻ്റെ വാല്യൂ അങ്ങനെ തന്നെ ഇടും, ഈ Z1ൻ്റെ ബാർ കോംപ്ലിമെൻറ്റ് അതാണ് എടുക്കുന്നത്. അതായത് 1 1 0 0 ആവും x1, x2 0 1 0 1 തന്നെ. അപ്പോൾ അതിൻ്റെ കേസിൽ 1 1. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ, സെക്കൻഡ് കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് ഓൺ കണ്ടീഷൻ കിട്ടുള്ളൂ. സോ ആദ്യത്തെ പോലെ തന്നെ അസ്യൂം ചെയ്തു, W12 W22 1 ആക്കി എടുത്തു. അത് വെച്ചിട്ട് നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്തു. WI XI പ്ലസ് W1 X1 പ്ലസ് W2 X2 വെച്ചിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ത്രെഷോൾഡ് കിട്ടിയത് ഏതിലാണ്, 1 1ലാണ്. അപ്പം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഒബ്റ്റെയിൻ ഫംഗ്ഷൻ Z2 യൂസിങ് ദീസ് വെയ്റ്റ്സ്. സോ നെക്സ്റ്റ് കണ്ടീഷൻ എടുത്തു, അതായത് W12 മൈനസ് 1 W22 1 ആയിട്ട്. അപ്പോൾ ഒരു വെയിറ്റ് W12 എന്ന് പറഞ്ഞ വെയിറ്റ് നമ്മൾ ഇൻഹിബിറ്ററി ആയിട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ W12 എന്താണ്, -1 ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ 0 1ൻ്റെ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആയിട്ട് കിട്ടി. സോ W12 ഈക്വൽ ടു -1, W22 ഈക്വൽ ടു 1. ഹിയർ തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ദ Z2 ന്യൂറോൺ. അപ്പോൾ തേർഡ് ഫംഗ്ഷൻ എന്താണ്, y is equal to Z1 or Z2. അതിൻ്റെ ട്രൂത്ത് ടേബിൾ. അപ്പം x1 0 0 0 1 1 0 1 1 അതിൻ്റെ y വാല്യൂസ്. അപ്പോൾ അതിൽ Z1 എന്താണ് കിട്ടിയത്, 0 0 1 0. സെക്കൻഡ് കേസിൽ Z2 എന്ന് പറഞ്ഞാൽ 0 1 0 0. അപ്പോൾ ഹിയർ ദ നെറ്റ് ഇൻപുട്ട് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് y is equal to Z1 V1 പ്ലസ് Z2 V2. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, V2 അല്ലെങ്കിൽ V2 എന്ന് ഉദ്ദേശിക്കുന്ന വെയിറ്റ് ആണ്, W1 W2 എന്ന് പറയുമ്പോൾ തന്നെ. സോ അസ്യൂം ബോത്ത് വെയിറ്റ്സ് ആർ എക്സിറ്റേറ്ററി, രണ്ടിനും പോസിറ്റീവ് വെയിറ്റ്സ് ആയിട്ട് എടുത്തു. സോ നമ്മൾ ആ വെയിറ്റ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ Z1 വാല്യൂ ഇതാണ് എടുക്കുന്നത്, Z2 വാല്യൂ ഇത്. അപ്പോൾ അങ്ങനെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ x1 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 1. സോ Z1 ഈക്വൽ ടു 0 ആൻഡ് Z2 ഈക്വൽ ടു 0. ഇങ്ങനൊരു കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഔട്ട്പുട്ട് 0 1ൻ്റെയും 1 0ൻ്റെയും കേസിൽ നമുക്ക് ഓൺ ആയിട്ട് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുവാണ് ഈ Z1 Z2 രണ്ടും പോസിറ്റീവ് വെയ്റ്റ്സ് അതിൻ്റെ ഫൈൻ. സോ ത്രെഷോൾഡ് തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, V1 ഈക്വൽ ടു V2 ഈക്വൽ ടു 1 ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, XOR ഫംഗ്ഷൻ ദാറ്റ് ഈസ് MP ന്യൂറോൺ. നമുക്ക് എന്ത് കിട്ടും, W1 ഈക്വൽ ടു W22 ഈക്വൽ ടു 1, W12 W21 ഈക്വൽ ടു -1, V1 V2 ഈക്വൽ ടു 1. അപ്പോൾ 2 എക്സിറ്റേറ്ററിയും ഒരു ഇൻഹിബിറ്ററിയും ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ അനാലിസിസ് ആയിട്ട് പറയുന്നത്. മക്കല്ലോ പിറ്റ്സ് വെച്ചിട്ട് XORനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.